ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങാൻ പോകണം. തുടങ്ങും ഉടനെ. തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നു. നമ്മൾ അതിർത്തിയിൽ തീവ്രവാദി ഭീകര ക്യാമ്പുകളാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് തകർത്തത്. അവരെല്ലാം ആ മേഖലയിൽ നിന്ന് പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും 9 തീവ്രവാദ ക്യാമ്പുകൾ അതിർത്തിയിൽ തുറന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തിനുൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയമാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, പ്രതിരോധ മന്ത്രാലയമല്ല, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ രഹസ്യാന്വേഷണ വിവരമാണ്. ആ ക്യാമ്പുകളുടെ പേരും പറയുന്നുണ്ട്. അതായത് ലൂനി, പുട്വാൽ, ടിപ്പു പോസ്റ്റ്, ജാമിൽ പോസ്റ്റ്, ഉമ്രാവാലി, ചപ്രാർ, ഫോർവേഡ്, ചോട്ടാ ചാക്ക്, ജൻഗ്ലോറ എന്നിങ്ങനെ 9 സ്ഥലങ്ങളിലായി വീണ്ടും ഭീകരർ തിരിച്ചു വന്നിരിക്കുന്നു. ഇതാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇതനുസരിച്ച് സജ്ജരാവാൻ നമ്മുടെ സൈന്യത്തിന് നിർദ്ദേശവും പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഭീകരവാദികൾ അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, പിന്നെ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് പഹൽഗാം ആക്രമണം നടത്തിയ ഇവരുടെ ക്യാമ്പുകളാണ് എന്ന് കൃത്യമായി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വെറുതെ അതിർത്തിയിൽ വന്ന് നിൽക്കത്തില്ല. അതിർത്തിയിൽ അവർ വീണ്ടും വന്ന് കൂടിയിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയിലുണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് നമ്മുടെ നിലപാട്. പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഹൽഗാം ഏപ്രിൽ 22 കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 മാസം കഴിഞ്ഞു. സമാധാനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഗോഗ്വാവിളികൾ ഉണ്ടാവുന്നതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സമാധാനപൂർണ്ണമായിട്ട് പോവണ്ട എന്ന് പാകിസ്ഥാൻ്റെ ISIയുടെ പിന്തുണയുള്ള തീവ്രവാദികൾ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ടെറർ ക്യാമ്പുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ പഷ്തൂൺ മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ MH313 എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. ഈ MH313 എന്നുള്ളത് ഇവരുടെ ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. 313 പേരോ മറ്റോ ആണ് 1000 പേരോട് പൊരുതി ജയിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ 300 പേര് അല്ലെങ്കിൽ 30% ആയാൽ ഞങ്ങൾക്കെല്ലാം നേടാൻ പറ്റുമെന്ന് ഇവർ പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇസ്ലാമിക ജനസംഖ്യ 30% ആയിക്കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്യേ തുടങ്ങും. കാരണം 30% ആയിക്കഴിഞ്ഞാൽ ബാക്കി 70% അള്ള കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ 313 312 ഈ നമ്പർ കൊടുത്തിട്ടാണ് ഈ പഷ്തൂൺ മേഖലയിലേക്ക് തീവ്രവാദ ക്യാമ്പുകൾ തുടങ്ങിയിരുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ ഏജൻസികൾ പുറത്തുവിട്ടാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായാൽ ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് ഇവർ അങ്ങോട്ട് മാറിയിരുന്നത്. പക്ഷേ വീണ്ടും അവർ ചെറിയ ഗ്രൂപ്പുകൾ, ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് മർക്കസിലൊക്കെ 100 കണക്കിന് തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് നമ്മുടെ ആക്രമണത്തിൽ മണ്ണായിപ്പോയത്. പക്ഷേ ഇപ്പോൾ ചെറിയ ഗ്രൂപ്പുകൾ വരുന്നു. ഒരാക്രമണം ഉണ്ടായാൽ വളരെ കുറഞ്ഞ കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇവർക്കുണ്ട്, ആധുനിക സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ സ്വാഭാവികമായും ഒരു അതിർത്തിയിലേക്ക് വന്നാൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാവും, നമ്മൾ പ്രതിരോധിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രതിരോധത്തിന് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതുവഴി കടന്ന് ഇവർ ഇന്ത്യയിലേക്ക് കയറി അടുത്ത ഒരു ഭീകരവാദ ആക്രമണത്തിനുള്ള തുടക്കം കുറിക്കും. അങ്ങനത്തെ ആക്രമണം തുടങ്ങിയാൽ തീർച്ചയായും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മളൊരു യുദ്ധമായി കണക്കിലെടുത്ത് പാകിസ്ഥാനെ തിരിച്ചടി തുടങ്ങും. അപ്പോൾ ഓപ്പറേഷൻ 2.0 നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓപ്പറേഷൻ 1 നമ്മൾ നിർത്തിയിട്ടില്ല, ഹോൾട്ട് ചെയ്തിട്ടുള്ളൂ, ഓങ്ങി വെച്ചിരിക്കുകയാണ്. അടിക്കേണ്ട സമയത്ത് നമ്മൾ അടിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, അതിനുശേഷം നിരന്തരം നമ്മുടെ സേനാ വ്യൂഹങ്ങളെയൊക്കെ നമ്മൾ സജ്ജമാക്കി കൂടുതൽ ശേഷിയുള്ളതാക്കി കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് കൂടുതൽ മോഡേണൈസ് ചെയ്ത് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു മാറ്റം ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലുണ്ട്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കടന്നു കയറിയവരെയൊക്കെ നമ്മൾ പിടികൂടിയത്, അല്ലെങ്കിൽ ഇതുവരെ ഇന്ത്യയിൽ കടന്ന് ഭീകരാക്രമണം നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള, പാകിസ്ഥാൻ്റെ പ്രോക്സി ആയിട്ടുള്ളതെല്ലാം പുരുഷന്മാരായിരുന്നു. ഇപ്പോൾ വനിതകളുടെ ചാവേർ സംഘങ്ങളെ ഈ ക്യാമ്പുകളിൽ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വനിതകളാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിടക്കാൻ പറ്റും. അവർക്ക് സുരക്ഷാ പരിശോധനയൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇന്ത്യയിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു ബുർഖയും ധരിച്ചങ്ങ് പോയാൽ, ബുർഖ എങ്ങാനും പൊക്കി നോക്കിയാൽ മുഖമൊന്ന് കാണിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കോളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പോൾ ഹിജാബ് ഉൾപ്പെടെയുള്ള വസ്ത്രധാരണം, ആദ്യം ഹിജാബ് വേണമെന്ന് പറയും, പിന്നെ ബുർഖ വേണമെന്ന് പറയും. അപ്പോൾ പിന്നെ ആരാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി തിരിച്ചറിയാതെ ഇന്ത്യയിൽ കടന്നുകൂടുക, ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ആ സാധ്യത, ഇവിടെ ഒരു സ്ത്രീയുടെ ഈ മുഖാവരണം മാറ്റി നോക്കിയാൽ വലിയ കലാപം ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ സംഘടനകൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഭീകരന്മാരെന്ത് ചെയ്യുന്നു? ആ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയിട്ട് വനിതകളെ പരിശീലനം കൊടുത്തുകൊടുക്കും. ഈ പരിശീലനം കൊടുക്കുന്നത് വെറുതെയൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് തുഫാത്ത് അൽ മുനീമത്ത് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് നവംബർ 9 ആരംഭിക്കാൻ പോവാണ്.
ഈ ഓൺലൈൻ കോഴ്സ് നടത്തുന്നത് മസൂദ് അസറിൻ്റെ സഹോദരിമാരും ഉമർ ഫറൂഖിൻ്റെ ഭാര്യയും ചേർന്നാണ് ഈ പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത്. അതായത് ദിവസം 40 മിനിറ്റാണ് ഓൺലൈൻ ക്ലാസ്സുകൾ വനിതാ ചാവേറുകളെ പരിശീലിപ്പിക്കാൻ. എന്നിട്ട് ഈ മസൂദിൻ്റെ സഹോദരിമാരായ സാദിയ അസറും സമൈറ അസറും ആണ് ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ക്ലാസ്സുകൾ എടുത്ത് ഇവർക്ക് ഇസ്ലാമിക ആശയങ്ങൾ, ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ച്, ജിഹാദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ അനിവാര്യമായ ചര്യകളിലൊന്നാണ് എന്നൊക്കെ പഠിപ്പിച്ച് ഇവരെ കൂടി ഇന്ത്യയിലേക്ക് കടത്തിവിടുക. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഭീകരാക്രമണം നടത്താൻ വരുന്നവർ കയ്യിൽ രാഖി കെട്ടിയ അജ്മൽ കസബുകാരായിരിക്കില്ല, മറിച്ച് നെറ്റിയിൽ സിന്ദൂരക്കുറി, സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെയുള്ള സ്ത്രീകളായിരിക്കും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ചാവേർ സംഘങ്ങളെ ജയ്ഷെ മുഹമ്മദ് പരിശീലിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ഒക്ടോബർ 19 റാവൽകോട്ടിൽ ദുക്തറാൻ ഇ ഇസ്ലാം എന്നൊരു പരിപാടി നടന്നു. ദുക്തറാൻ ഇ ഇസ്ലാം ഈ പരിപാടിയിൽ വെച്ച് മസൂദ് അസർ പ്രഖ്യാപിക്കുകയുണ്ടായി, നമ്മളൊരു വനിതാ ബ്രിഗേഡ് ഉണ്ടാക്കി. ചാവേർ ഇന്ത്യയെ ആക്രമിക്കാൻ, കാശ്മീരിനെ ആക്രമിക്കാൻ, കാഫിറുകളെ കൊല്ലാൻ വേണ്ടി ഇനി നമ്മുടെ വനിതാ സേന റെഡിയാണ്. അതിൻ്റെ പേരും പറഞ്ഞു ജാമത്ത് ഉൽ മുനീമത്ത്. ഈ ജാമത്ത് ഉൽ മുനീമത്തിൻ്റെ പ്രവർത്തകരും ഇപ്പോൾ അതിർത്തിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീവ്രവാദ സ്ക്വാഡുകളിലുണ്ട് എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് പഹൽഗാം 2 എന്ന് പറയുന്ന തരത്തിൽ ഏപ്രിൽ 22-ന് 26 പേരെ മതം നോക്കി, അവരുടെ മതം തിരിച്ചറിഞ്ഞ് കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് എന്തിന് വസ്ത്രമഴിച്ച് വെച്ച് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് വെടിവെച്ച് കൊന്ന ആ ഭീകരതയുടെ ഒരു 2ാം അധ്യായം ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്ന ഞാൻ പറഞ്ഞില്ലേ, തുഫാത്ത് അൽ മുനീമത്ത് എന്നുള്ള ട്രെയിനിങ്, അതിനു വേണ്ടിയിട്ട് ഈ മസൂദ് അസർ വലിയ തോതിൽ ഈ അതിർത്തിയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾക്കും ഈ വനിതാ ബ്രിഗേഡായ ജാമത്ത് ഉൽ മുനീമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടൊരു ആഹ്വാനവും മസൂദ് അസർ നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹമൊന്നും ഞാൻ പറയുന്നില്ല, അയാൾ കൊടുത്തിരിക്കുന്ന മേൽവിലാസം തന്നെ ബഹവൽപൂരിലെ മർക്കസ് ഉസ്മാൻ ഒ അലി എന്ന് പറയുന്ന ഒരു പുതിയ മേൽവിലാസത്തിലേക്ക് ഫണ്ടുകൾ എത്തിക്കണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ വനിതകളെല്ലാം കുറഞ്ഞത് 500 PKR പാകിസ്ഥാൻ റുപ്പി, മിനിമം 500 പാകിസ്ഥാൻ രൂപയെങ്കിലും പാകിസ്ഥാൻ വനിതകൾ ഈ ജിഹാദിന് വേണ്ടി, ആസാദ് കാശ്മീരിന് വേണ്ടി, ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടി, കാഫിറുകളെ കൊല്ലാൻ വേണ്ടി, ഹിന്ദുസ്ഥാനികളെ കൊല്ലാൻ വേണ്ടി പാകിസ്ഥാനിലെ ഓരോ വനിതയും 500 രൂപയെങ്കിലും സംഭാവന ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനവും കൂടി ഈ ദുക്തറാൻ ഇ ഇസ്ലാമിൽ വെച്ച് മസൂദ് അസർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു എന്നതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സർക്കാരിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിർത്തിയിൽ പുതിയ സാങ്കേതികവിദ്യയോടെ ഡ്രോണുകളെയും ഇന്ത്യൻ വ്യോമാക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങളോടെ വീണ്ടും തീവ്രവാദികൾ വന്ന് തമ്പടിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ അങ്ങ് ശരിയാക്കിയാലും ഞങ്ങൾ അങ്ങനൊന്നും പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണത്, അല്ലേ? ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ നടന്നാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ പറഞ്ഞിരിക്കെ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഒത്താശയുണ്ട്, പാക് സൈന്യത്തിൻ്റെ ഒത്താശയുണ്ട്, ISIയുടെ പദ്ധതിയാണ്. അപ്പോൾ പാകിസ്ഥാൻ കിട്ടിയത് കൊണ്ട് മതിയാക്കിയിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഒരു ടെൻഷൻ കൂടി, ഇനി തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ ഞങ്ങളെ ആക്രമിക്കും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അന്നാ ഒന്ന് കാണട്ടെ എന്ന തരത്തിൽ പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനുമായി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ അതിനുശേഷം നമ്മുടെ സൈന്യം പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു രാജ്യത്തോടല്ല യുദ്ധം ചെയ്ത്, നേരിട്ടൊരു രാജ്യത്തോടും തിരശ്ശീലയ്ക്ക് മുന്നിൽ മറ്റ് 2 രാജ്യങ്ങളും ഉണ്ടായിരുന്നു, തുർക്കിയും ചൈനയും, അല്ലേ? അത് വളരെ കൃത്യമായി നമ്മുടെ ഇന്ത്യൻ സൈന്യം പേര് പറഞ്ഞില്ല എങ്കിൽ പോലും അവർക്ക് ഡ്രോണുകൾ കൊടുത്തവർ, മിസൈലുകൾ കൊടുത്തവർ, അവരുപയോഗിച്ച വിമാനങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നമ്മൾ പറഞ്ഞു 3 രാജ്യങ്ങളോടാണ് ഇന്ത്യ യുദ്ധം ചെയ്തത്. അതിലിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലപാട് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, ചൈനയുടെ നിലപാട്. ചൈന പാകിസ്ഥാനുമായിട്ടുള്ള പദ്ധതികളൊക്കെ വെട്ടിച്ചുരുക്കുന്നു, ഇന്ത്യയുമായി കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നു, ഇന്ത്യ, റഷ്യ, ചൈന അച്ചുതണ്ട് വീണ്ടും ശക്തിപ്പെടുന്നു. അതൊക്കെ ഉണ്ടാകുമ്പോൾ തുർക്കിയെ സംബന്ധിച്ച്
തുർക്കി നമുക്കെതിരായ നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴും കാശ്മീർ പാകിസ്ഥാൻ്റെയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുർക്കി. അപ്പോൾ ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരിക്കൽ കൂടി ഉണ്ടാവണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ട്രംപ് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് 7 യുദ്ധങ്ങൾ നിർത്തി 8ാമത്തെ യുദ്ധം ഉക്രൈൻ വാർ നിർത്തണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞു കിടക്കുന്ന ട്രംപ് ഒരുപക്ഷെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു എസ്കലേഷൻ ഉണ്ടാവാൻ തയ്യാറാകുമോ എന്നറിയില്ല. എന്നാലും ട്രംപിന് വലിയ പരിക്കേറ്റിട്ടുണ്ട്. നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആയിരുന്നു. അതാണ് നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞത്. അതുകൂടാതെ പാകിസ്ഥാൻ്റെ അമേരിക്ക നൽകിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്ന ന്യൂക്ലിയർ ശേഖരം ഉണ്ടായിരുന്ന കിരാന ഹിൽസിൻ്റെ കവാടത്തിൽ നമ്മൾ ബ്രഹ്മോസ് പ്രയോഗിച്ചു. അത് അമേരിക്ക കൂടിയുള്ള ഒരു താക്കീതായിരുന്നു. അപ്പോൾ ഏതായാലും അതിർത്തി കൂടുതൽ സംഘർഷഭരിതമാകാൻ പോവുകയാണ്. ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ വനിതാ ചാവേറുകളുടെ ഒരാക്രമണം ഉണ്ടാവാം. വേണ്ടി വന്നാൽ അവർ ഒരുപക്ഷെ നമ്മൾ അതിർത്തി കടന്നു വരുന്ന വനിതകളെ വെടിവെച്ച് കൊന്നാൽ, ഇന്ത്യൻ പട്ടാളം വെടിവെച്ചാൽ സൈന്യം സ്ത്രീകളെ കൊല്ലുന്നു എന്ന തരത്തിലുള്ള ഒരു ഇരമാത മുഴക്കാൻ പാകിസ്ഥാൻ തയ്യാറായേക്കും. ഇപ്പം ഗാസയിലൊക്കെ നടത്തുന്ന എന്താ, ഈ ഹമാസുകാർ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തുന്നു. ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അവർ കൊല്ലപ്പെടുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു. ഇന്ത്യ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ കൊല്ലുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു നിലപാടുണ്ട്, ഒരു കഥയുണ്ട്. പക്ഷേ അതിർത്തി കടന്നു കയറിയാൽ അത് ആണാണോ പെണ്ണാണോ കുട്ടിയാണോ വയസ്സനാണോ എന്ന് നോക്കേണ്ട, വെടിയുണ്ടയാണ് മറുപടി. അപ്പോൾ ഇന്ത്യ വളരെ സജ്ജമാണ്. ഓപ്പറേഷൻ 2.0 ഏത് നിമിഷവും സംഭവിക്കാം. കാരണം പാകിസ്ഥാൻ പുതിയ പ്രകോപനത്തിന് തയ്യാറാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.